സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു പരാതി പറയുകയാണ്. പ്രവാചകരെ, എന്റെ ഭർത്താവായ സാബിത്ത് ബിൻ ഖൈസുമായി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ദീനിലോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലോ എനിക്കൊരു പരാതിയും പറയാനില്ല. പക്ഷേ അദ്ദേഹവുമായി എനിക്ക് മുന്നോട്ട് ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഞാൻ അയാളുമായിട്ടുള്ള കടമകൾ നിറവേറ്റുവാൻ എനിക്ക് കഴിയില്ല. അത്രത്തോളം മാനസികമായി ഞങ്ങൾക്കിടയിൽ വെറുപ്പുണ്ട്, അകൽച്ചയുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങളാണ് എന്ന് ചില വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് അള്ളാഹുവിന്റെ റസൂല് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അതറുദ്ദീന അലൈഹി ഹദീഖതഹു, നിങ്ങൾക്ക് അവർ ഒരു തോട്ടമായിരുന്നല്ലോ മഹറായി നൽകിയത്, ആ തോട്ടം നിങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ടോ? കാലത്ത് അവർ പറഞ്ഞു, നഅം, അതെ, കൊടുക്കാം നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇഖ്ബലിൽ ഹദീഖ, സാബിത്തെ, ആ തോട്ടം, നീ മഹർ കൊടുത്ത തോട്ടം നീ തിരിച്ചു വാങ്ങിക്കോളൂ, എന്നിട്ട് വതല്ലിഖ്ഹാ തത്ലീഖ, നീ അവളെ ത്വലാഖ് ചൊല്ലുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാചകം, നീ അവളെ ത്വലാഖ് ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി നമുക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് സഹോദരങ്ങളെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹുൽഇ ചെയ്യുമ്പോൾ, ഹുൽഇ ചെയ്യുന്നു എന്ന ഒരു സ്ത്രീയാണ് പറയുന്നതോടുകൂടി ആ ബന്ധം മുറിയുന്നില്ല. ഹുൽഇന്റെ ആ ഘട്ടത്തിലും ത്വലാഖിന്റെ പദം പറയേണ്ടതും ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കേണ്ടതും പുരുഷൻ തന്നെയാണ് ആ മേഖലയിൽ അവിടെ അധികാരമുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, അങ്ങനെ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ഒഴിവാകണം, അയാളാണെങ്കിൽ ത്വലാഖ് കൊടുക്കുന്നില്ല, മഹർ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു, അതൊക്കെ പറഞ്ഞിട്ടും വേറെ എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ അതും തരാമെന്ന് ഈ സ്ത്രീ പറയുന്നു, എന്നിട്ടും ഭർത്താവ് ഹുൽഇന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുമെന്നും അവിടെയാണ് ഈ സ്ത്രീക്ക് കോടതിയെ സമീപിക്കാമല്ലോ. കോടതിയെ സമീപിക്കുമ്പോൾ ന്യായമാണ് ഈ സ്ത്രീ പറയുന്നത് എന്ന് വന്നാൽ കോടതിക്ക് ഭർത്താവിനോട് നിർബന്ധിപ്പിക്കാമല്ലോ, നിങ്ങൾ ത്വലാഖ് കൊടുക്കണമെന്ന്. മാത്രമല്ല, അങ്ങനെ ത്വലാഖ് കൊടുക്കാൻ ഈ പുരുഷൻ സന്നദ്ധനാകുന്നില്ലെങ്കിൽ അയാളുടെ മേൽ നടപടികൾ ചുമത്തുകയും അല്ലെങ്കിൽ ജയിൽവാസമോ എന്താണെങ്കിൽ ഒരു നിയമമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് നിർബന്ധിപ്പിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യാമല്ലോ. അതൊക്കെയാണ് ആ മേഖലയിൽ അങ്ങനെ കോടതി ഇടപെട്ട് ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയതായി അറിയിക്കുകയും അങ്ങനെ മഹല്ലിലെ ഖാദിയോ ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ അതിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് എത്രയും വേഗം അവരെ തമ്മിൽ വേർപിരിക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരലാണ് അതിനുള്ള പരിഹാരമായ മാർഗം. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ആമുഖമായി സൂചിപ്പിച്ചത് എന്തിനായിരിക്കാം എന്ന് പലപ്പോഴും എന്റെ ശ്രോതാക്കൾ സംശയിക്കുന്നുണ്ടാകും. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന് ത്വലാഖ് ചൊല്ലുവാനുള്ള അധികാരം അനുവദിച്ചു കൊടുത്തപ്പോൾ അതിൽ പല പുരുഷന്മാരും ഒരുപാട് അക്രമങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇതേപോലെ സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ഹുൽഇന്റെ അനുവാദത്തിന്റെ മറവിൽ ഇന്ന് പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ്? അവിടെയും പല അക്രമങ്ങളും അനീതികളും അതിർലംഘനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് കാരണം? നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നതിന്റെ മറവിലാണ് പല സ്ത്രീകളും ഈ മേഖലയിൽ ഈ രംഗത്ത് ഇസ്ലാമികമായ ഒരു സൂക്ഷ്മതയില്ലായ്മ കാണിച്ചു വരുന്നത്. എന്തായിരുന്നു വിധി? 1921-22 പിന്നെ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, അതേപോലെ തന്നെ ജസ്റ്റിസ് CS ഡയസ് ഇവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട്. എന്താണ് ആ ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കോടതി ഇടപെടാതെ തന്നെ പുരുഷൻ ഒരു സ്ത്രീയെ മൊഴി ചൊല്ലുന്നത് പോലെ സ്ത്രീക്ക് ഹുൽഇലൂടെ, ഹുല എന്നൊക്കെയാണ് കോടതി ഭാഷ്യങ്ങൾ, അറബി ഉച്ചാരണത്തിന്റെ ആ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ഹുൽഇ എന്ന് കൃത്യമായി അതിനെ ഉച്ചരിക്കുന്നത്. അപ്പൊ കുല എന്നൊക്കെ കോടതി പറയുന്ന ഈ ഒരു ബന്ധം വേർപിരിയലിന്റെ കാര്യത്തിൽ കോടതിയിലുണ്ടായ വിധി എന്താണ്? ഈ ഡിവിഷൻ ബെഞ്ച് വിധിച്ചത് സ്ത്രീക്കും പുരുഷനെ അങ്ങോട്ട് മൊഴിച്ചൊല്ലാം, അതിന് ഭർത്താവിന്റെ സമ്മതം വേണ്ട, ഭർത്താവിന്റെ യോജിപ്പ് വേണ്ട, ഭർത്താവ് അത് അംഗീകരിച്ചു കൊള്ളണമെന്നൊന്നുമില്ല എന്നിടത്തേക്കാണ് പോയത്. ആ വിധിയിൽ നിന്ന് അങ്ങനെയാണ് പലരും മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിന്റെ മുമ്പ് ഈ ഭർത്താവിൽ നിന്ന് ഹുൽ തേടുന്ന സ്ത്രീ അങ്ങനെ ഹുൽ ആവശ്യപ്പെടാൻ അതിന്റെ മുമ്പുള്ള ചില അനുരഞ്ജന ചർച്ചകളൊക്കെ നടന്നിരിക്കണമെന്നും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് മഹർ തിരിച്ചു തരാമെന്നും അങ്ങനെ ബന്ധം ഒഴിവാവുകയാണ് എന്നുമൊക്കെ പറഞ്ഞാൽ മതി. ഭർത്താവ് അതിന് സമ്മതിച്ചോളണമെന്നില്ല, ഭർത്താവ് മൊഴി കൊടുത്തോളണമെന്നില്ല എന്നിടത്തേക്കുള്ള ഒരു സൂചനയാണ് ആ വിധിയിൽ ഉള്ളത്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പലപ്പോഴും പല മുസ്ലിം സ്ത്രീകളും വളരെ ഗൗരവതരമായ ചില അപരാധങ്ങൾ ഈ മേഖലയിൽ കാണിക്കുന്നു എന്ന് ഫാമിലി കോർട്ടുകളിലൊക്കെ ലോയർമാരായി ജോലി ചെയ്യുന്ന പല വക്കീലുമാരും ലോയർ സഹോദരന്മാരും ഒക്കെ പലപ്പോഴും നമ്മളുമായി പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മുസ്ലിം സ്ത്രീകൾ ഈ 2021-22 കാലഘട്ടത്തിലെ ഹൈക്കോടതിയിലുള്ള ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു രൂപത്തിലുള്ള തത്വദീക്ഷയുമില്ലാതെ പലപ്പോഴും എന്ത് ചെയ്യണം? അവർ കോടതിയിലേക്ക് 15 ദിവസത്തിന്റെ അകം എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് ഹുൽഇ നോട്ടീസ് അയക്കണം. ഞാൻ നിങ്ങൾക്ക് തരാനുള്ള മഹർ ഞാൻ തരാം, അങ്ങനെ നിങ്ങളിൽ നിന്ന് ഞാൻ മോചനം നേടുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഭർത്താവിന് ഒരു നോട്ടീസ് അയക്കുന്നു. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിക്കും ഒരു കോപ്പി അയക്കുന്നു. എന്നിട്ട് ഭർത്താവ് അത് കിട്ടി കൈപ്പറ്റിയാലും ഇല്ലെങ്കിലും അതൊന്നും ഈ സ്ത്രീ നോക്കുന്നില്ല. വക്കീലുമാരെ സമീപിച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് കോടതിയിൽ നിന്നോ ഫാമിലി കോർട്ടിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഹുൽ ചെയ്ത മോചനം നേടിയതായ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായതോടുകൂടി നിങ്ങൾക്ക് രേഖയായി നിങ്ങൾ വിവാഹമോചനം നേടിയിരിക്കുന്നു, അയാളെ സമ്മതം വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹുൽഇ നേടിയാലുള്ള ഒരു മാസത്തെ ഇദ്ദയും കഴിഞ്ഞ് ഈ പെണ്ണുങ്ങൾ വേറെ വിവാഹത്തിലേക്ക് നീങ്ങാണ്. ഈ പെണ്ണ് വേറെ വിവാഹത്തിന് തയ്യാറാവാണ്. ഫലത്തിൽ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട മതപണ്ഡിതന്മാരോട്, ശരീഅത്ത് നിയമങ്ങളെ സംബന്ധിച്ച് അവഗാഹമുള്ള പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ എന്റെ ഈ സംസാരം കേൾക്കുന്നുണ്ടാകുമല്ലോ. അതേപോലെ തന്നെ കോടതികളിൽ ലോയർമാരായി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകൾ കേൾക്കുന്നുണ്ടാകും. എനിക്കവരോട് പറയാനുള്ളത്, ഇതെങ്ങനെ ഇസ്ലാമിക ശരീഅത്തുമായി പൊരുത്തപ്പെട്ടു പോകും? ഒരു ഹുൽഇ സംഭവിക്കണമെങ്കിൽ ഏകപക്ഷീയമായി ഒരു ഭാര്യ ഞാൻ നിങ്ങൾക്ക് മഹർ തിരിച്ചു തരാൻ തയ്യാറാണ്, ഞാൻ നിങ്ങളെ ഹുൽഇ ചെയ്തിരിക്കുന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ ഭർത്താവ് അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി 15 ദിവസത്തിനകം ഈ കാര്യം അയാൾ കൈപ്പറ്റിയാലും ഇല്ലെങ്കിലും 15 ദിവസം കഴിഞ്ഞാൽ ഈ പെണ്ണ് വിവാഹമോചിതയായി എന്നും അവൾക്ക് ഒരു മാസക്കാല ശേഷം പിന്നെ വേറെ വിവാഹം ചെയ്ത് മറ്റൊരു ഭർത്താവിന്റെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കാമെന്നും വന്നാൽ അതിന് ഇസ്ലാമിക ശരീഅത്തിൽ എവിടെയാണ് പ്രമാണം? അതിന് ഇസ്ലാമിക ശരീഅത്തിൽ ഏത് പ്രമാണം കൊണ്ടാണ് നമ്മൾ അതിനെ അനുവദിച്ചു കൊടുക്കുക?
പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു ന്യായമുണ്ട്, അങ്ങനെ കോടതിയിലേക്ക് സ്ത്രീ കേസ് കൊടുത്തു കഴിഞ്ഞ് ഭർത്താവ് ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നീട് അതിന്റെ പേരിൽ കോടതിയിലൊക്കെ കേസ് കൊടുത്ത് പിന്നെ കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. പിന്നെ അയാളുടെ സമ്മതമൊക്കെ കിട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ മഹർ തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഭർത്താവ് പറയും ഞാൻ ഇത്രയൊന്നും അല്ല മഹർ തന്നിട്ടുള്ളത്, അതിലപ്പുറം തന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അത് തീർപ്പാക്കാൻ വേണ്ടി വേറെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ കോടതിയും കേസുമായിട്ട് അങ്ങനെ ഈ പെണ്ണിന്റെ കാലം പോകും. അപ്പൊ വിവാഹോട്ട് നടക്കൂല. അതുകൊണ്ട് ഇപ്പൊ വന്നിട്ടുള്ള ഈ വിധി തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പലരും ന്യായം പറയാറുണ്ട്. സഹോദരങ്ങളെ, അതല്ലല്ലോ വേണ്ടത്. അങ്ങനെ ഒരു പുരുഷൻ അനീതി ചെയ്യുന്നുവെങ്കിൽ ആ പുരുഷന്റെ അനീതിക്കെതിരായിക്കൊണ്ട് കോടതിക്ക് നിയമ നടപടികൾ സ്വീകരിച്ച് അതിനുള്ള അധികാരം നമ്മുടെ നാട്ടിലുള്ള മഹല്ല് ആ കാദിമാർക്ക് അല്ലെങ്കിൽ കുടുംബ കോടതിക്ക് അതിനുള്ള അനുവാദം കൊടുത്താൽ മതിയല്ലോ. അതല്ലാതെ പുരുഷന്റെ അനുവാദം വേണ്ടതേ ഇല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ സംഭവത്തിൽ സുവ്യക്തമായി ഞാൻ നിങ്ങളെ തുടക്കത്തിൽ അടിവരയിട്ടുകൊണ്ട് പ്രത്യേകം ഓർക്കണം എന്ന് പറഞ്ഞൊരു വാചകമില്ലേ? സാബിത്തെ, നീ മഹറായി നൽകിയിട്ടുള്ള തോട്ടം തിരികെ നീ വാങ്ങിക്കൊണ്ട് തൊല്ലിഖ്ഹാ തത്ലീഖത്തൻ, നീ അവൾക്ക് വിവാഹമോചനം കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ഒരു തല്ലിഖ്ഹാ തത്ലീഖത്തൻ എന്ന് പറയുന്ന ആ പ്രമാണത്തെ തികച്ചും മുറിച്ചു മാറ്റിക്കൊണ്ട് അതിനെതിരായി കൊണ്ടുള്ള ഒരു വിധിയല്ലേ ബഹുമാന്യരായ ജസ്റ്റിസുമാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് വിധിക്കട്ടെ, അല്ലെങ്കിൽ ഈ വിധത്തിൽ ഏതെങ്കിലും വക്കീലിനെ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റേതെങ്കിലും ആൾക്കാരോടൊക്കെ വല്ല അഫയർ ഉണ്ടെങ്കിൽ ഇയാൾ ഒഴിവാക്കിയിട്ട് അയാളെ കൂടെ പോകാൻ ഇപ്പൊ എനിക്ക് അനുവാദമുണ്ട്, ഈ വിധി അതിനൊക്കെ സഹായകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തത്വയില്ലാത്ത സൂക്ഷ്മതയില്ലാത്ത പല സഹോദരിമാരും ഈ മേഖലയിൽ എത്രയും പെട്ടെന്ന് വക്കീലുമാർ നൽകുന്ന ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റുമായി അതുമായി കൊണ്ട് വിവാഹമോചനം ഞാൻ നേടിയിരിക്കുന്നുവെന്നും അങ്ങനെ എനിക്ക് വേറെ വിവാഹം കഴിക്കാമെന്നും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു വളരെ അപരാധം ഇത് സമൂഹത്തിൽ നടക്കുകയാണ്. ഇങ്ങനെ ചെയ്യാവൂ എന്ന് ഫാമിലി കോർട്ടുകളിൽ പോയിട്ട് പല പുരുഷന്മാരും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വിവാഹമോചനം വാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയെ എനിക്ക് കല്യാണം കഴിക്കാവൂ എന്ന് ആണുങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ കോടതി നിയമങ്ങൾ അറിയാവുന്ന അഥവാ കോടതിയുടെ വിധി അനുസരിച്ചല്ലേ വക്കീൽമാർ പറയുള്ളൂ. അപ്പൊ വക്കീൽമാർ പറയും നിയമപരമായിട്ട് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, നിങ്ങൾക്ക് വിവാഹമോചനം കിട്ടിയിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, അവിടെ നിങ്ങൾക്ക് വിവാഹമോചനം ഉണ്ട്, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ എന്ന് പറയും. എന്നാൽ മതപണ്ഡിതരെ സമീപിച്ചുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചാലോ പണ്ഡിതന്മാർക്ക് ഇത്രേ പറയാൻ കഴിയുള്ളൂ എന്ന്, അയാൾ തലാഖ് പറഞ്ഞിട്ടില്ലേ, അതല്ലെങ്കിൽ അയാളുടെ അംഗീകാരം ഇല്ലാതെയാണോ ഈ നടപടിക്രമങ്ങൾ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് മാത്രമാണോ നടന്നിട്ടുള്ളത് എങ്കിൽ ആ ബന്ധം പിരിഞ്ഞിട്ടില്ല, നിങ്ങൾ അയാളുടെ ഭാര്യ തന്നെയാണ്. അയാളുടെ ഭാര്യയായിരിക്കെ മറ്റൊരു വിവാഹത്തിന് ഒരു സ്ത്രീ സന്നദ്ധയാകുമ്പോൾ ആ ബന്ധം വിവാഹം ബാത്തിലല്ലേ സഹോദരങ്ങളെ? ആ ജീവിതം പിന്നെ യഥാർത്ഥത്തിലുള്ള വിഹിതമായ ബന്ധമാണോ? അവിഹിതമാവില്ലേ? ഇത്ര ഗൗരവമുള്ള വിഷയമല്ലേ?